സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നൽകിയിരുന്ന ആനുകൂല്യം 16 ലക്ഷം വീട്ടമ്മമാർക്കാണ് ലഭിച്ചിരുന്നത്. അതിനിയും വർദ്ധിക്കുന്നതാണ്. പക്ഷേ ആ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയതോടെ 16 ലക്ഷം പേർക്ക് കിട്ടിയത് കിട്ടാതായി. പുറമെ അപേക്ഷിക്കേണ്ടവർക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയും വന്നു. സ്കൂൾ കുട്ടികൾക്ക് 5 കിലോ അരി ഓണക്കാലത്ത് നൽകാറുണ്ടായിരുന്നു. ഇത് 4 ആക്കി കുറച്ചു. അത് വിതരണവും മുടങ്ങി. ഇന്നലെ ഓണാവധി ആരംഭിച്ചു, സ്കൂളുകൾ അടച്ചു. പക്ഷേ അരി നൽകുന്നതിനായിട്ടില്ല. അതേപോലെ തന്നെ പട്ടികവർഗ വിഭാഗങ്ങളിൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഓണം സമ്മാനമായി 1000 രൂപ നൽകുന്ന പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയും അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ പറയുന്നത് 1000 രൂപക്ക് പകരം മുണ്ട് നൽകുന്നതാണ്. ഗുണഭോക്താക്കൾക്ക് 1000 രൂപ ഓണക്കാലത്ത് നേരിട്ട് കയ്യിൽ ലഭിക്കുന്നതിന് പകരം മുണ്ട് നൽകുന്നതിൻ്റെ യുക്തി ആർക്കും മനസ്സിലാക്കുന്ന കാര്യമല്ല. അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുൻപ് ലഭിക്കുമോ എന്നതിലും ഉറപ്പുണ്ടായിട്ടില്ല. ഏതായാലും ഓണത്തിന് അധിക ദിവസമില്ല. ഈ ഘട്ടത്തിലെങ്കിലും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ദിവസങ്ങൾ കൊണ്ട് വന്ന കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. പൊതുവിതരണ ശൃംഖല വഴിയും സഹകരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയും വിപണിയിൽ കാര്യക്ഷമമായി ഇടപെട്ട് നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലക്ക് വിതരണം ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാൻ സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിച്ച് വഴിയൊരുക്കേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റൊരു പ്രശ്നം, നമ്മുടെ കേരളത്തിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 3 മാസം കൊണ്ട് ധനസ്ഥിതി മാറ്റി കാണിച്ചു തരും എന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി നൽകിയിരുന്ന അവകാശവാദം. ഇപ്പോൾ എന്താണ് സ്ഥിതി? 2026-27 വർഷം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ 9 മാസത്തേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധി 32,484 കോടി രൂപയാണ് ആദ്യത്തെ 9 മാസം. അപ്പോൾ 3 മാസമാണ് ഇപ്പോൾ പിന്നിട്ടത്. 32,484 കോടിയിൽ 30,462 കോടി രൂപയും ഈ 3 മാസത്തിനുള്ളിൽ എടുത്തു കഴിഞ്ഞു.